പിന്നെ അതുപോലെ നമ്മള് ദിനേശ് ചേട്ടനെ ആള് സ്റ്റാർട്ടിങ് മുതൽ ആൾക്ക് ഒരേ ലുക്കാ, മിക്ക സിനിമകളിലും ഒരേ ലുക്കിലാണ് പോകുന്നത്. നമ്മളെ മലയാളികൾ കണ്ടിരിക്കുന്ന ഈ സത്യം പരിശുദ്ധം അങ്ങനെ വന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ തന്നെ ഈ പോസ്റ്റർ നമ്മൾ പ്രൊമോഷൻ വർക്കിന് വരുമ്പോൾ തന്നെ ടോട്ടലി ഒരു വ്യത്യസ്തമായി. അപ്പൊ ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ആ ഒരു ഹാപ്പിനെസ് എങ്ങനെ മേക്കപ്പും ആ കോസ്റ്റ്യൂം ഒക്കെ ഒരു ഫീൽ അങ്ങനെ മേക്കപ്പ് കോസ്റ്റ്യൂമിൽ മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ അഭിനയം കാഴ്ചവെക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു നമ്മൾ പ്രകടിപ്പിക്കുന്ന ചില എക്സ്പ്രഷൻസ് ആകട്ടെ, അല്ലെ ചില ആ ഒരു ക്യാരക്ടേഴ്സിൽ വരുന്ന വ്യത്യസ്തമായ ഭാവങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് എത്രത്തോളം നമ്മൾ വിജയപ്രദമാക്കുന്നു അവിടെയാണ് നമുക്ക് സക്സസ് വരുന്നത്. അല്ലെങ്കിൽ ഒരു വലിയ കോട്ടും സൂട്ടും ഇട്ടു, അല്ലെങ്കിൽ താടിയും മീശയും വെച്ചു, അതിൽ മാത്രം വരുന്നില്ല. അപ്പൊ ഇതിനകത്ത് തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് എന്താ ഞാൻ തുറന്നു പറയുകയാണ്. ഡബിങ് സമയത്ത് നമ്മുടെ ഡയറക്ടർ സാറ് പറഞ്ഞു, എന്റെ കണ്ടാൽ ഞാനാണെന്ന് പറയില്ല. അപ്പൊ ഇവരെല്ലാം പറഞ്ഞപ്പോ മനസ്സിലായല്ലോ, ഞാനാണെന്ന് പറയുകയില്ല. പക്ഷെ അതേസമയം എനിക്ക് എന്റെ അഭിനയം കാഴ്ചവെക്കണമെങ്കിൽ 2 പണി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് എന്റെ കണ്ണ് വെച്ച് അഭിനയിക്കുക, കാരണം ബാക്കി എല്ലാം മറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ കണ്ണ് മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്ത് അഭിനയിച്ചു. രണ്ടാമത്തെ കാര്യം എന്റെ വോയിസ് ഡബിങ് സമയത്ത് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ലപോലെ ഡബ് ചെയ്തു. ഇപ്പൊ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് എന്റെ ഒരു കഴിവ് അതിൽ കാണിക്കാൻ പറ്റുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ വലിയ കുഴപ്പമില്ലാതെ ചെയ്തു. ഇവർക്കാണ് മേജർ റോളുള്ളത്, ഇവരാണ് ഞങ്ങളുടെ സ്റ്റാർസ്. എന്നാൽ പോലും അതിനകത്ത് നമ്മളെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ജോലി. പിന്നെ ഇതിനകത്ത് നമ്മുടെ ബാംഗ്ലൂരുള്ള കുറേ മലയാളീസ് അഭിനയിക്കുന്നുണ്ട്, പുതിയ ആൾക്കാരാണ്, ഒരുപാട് ആൾക്കാർ. ഞങ്ങളുടെ പ്രൊഡ്യൂസർ അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. പ്രൊഡ്യൂസർ അഭിനയിച്ചിട്ടുണ്ട്. അതെ, യേശുദേവനായിട്ട് അഭിനയിക്കുന്ന ഒരു പുതിയ പയ്യന നല്ല മനോഹരമായിട്ട് വളരെ വളരെ സെറ്റിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മയും അച്ഛനായിട്ട് അഭിനയിക്കുന്ന 2 ഗംഭീര ആർട്ടിസ്റ്റുകൾ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളും കൂടെ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ ഡബിങ് ആക്ച്വലി ഞാൻ ദിനേശ് സാറിന്റെ ഒരു ഫാന്. വോയിസില് ഭയങ്കര നല്ല ഷാർപ്പ് ആൻഡ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. അന്നും ഇന്നും ഒരേ സെയിം വോയിസ്. എനിക്ക് തോന്നുന്നു സീരിയൽസിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ വേറെ ആളുടെ ഡബിങ്ങിന് ആവശ്യം കുറവാണ്. സാർ തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ വോയിസ് മോഡുലേഷൻ, വോയിസിനെ ഇപ്പൊ ശ്രദ്ധിക്കുന്ന ഒരാളാണോ? വോയിസിനെ ശ്രദ്ധിക്കുന്നുണ്ട്, കാരണം ഞാൻ നേരത്തെ വോയിസിന് വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. പക്ഷെ വോയിസ് കൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, അത് നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല, തണുത്ത വെള്ളം കുടിക്കാറില്ല. അങ്ങനെ കുറെ നമ്മൾ സെൽഫ് കെയർ എന്ന് പറയില്ലേ, ഡെഡിക്കേഷൻ ഉണ്ട്, അത് ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അത് ശ്രദ്ധിക്കാറുണ്ട്. സാധൻ ചേട്ടനും ചേട്ടന്റെ ക്യാരക്ടേഴ്സ് കൂടുതലും ഡബിങ് ഗീതാഗോവിന്ദത്തിലൊക്കെ ചേട്ടനല്ല ചെയ്ത. ഞാൻ എന്റെ ക്യാരക്ടർ ഞാൻ എന്റെ ജീവിതത്തിൽ ആരും ഞാൻ കണ്ടിട്ടില്ല. ധന്യമാം അല്ല, എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ സ്വന്തം വോയിസ്. ഉറപ്പായിട്ടുണ്ട്. സാറ് പറഞ്ഞു എന്റെ സൗണ്ട് വേണ്ട പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും? സാറ് പറഞ്ഞു കുറച്ചുകൂടെ നല്ല സ്വീറ്റ് ആയിട്ട് ബോറാണെന്ന് സാറിന് പറയാൻ വയ്യ, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇൻഡയറക്റ്റ് ആയിട്ട് സാർ പറഞ്ഞല്ലേ. സാർ പറഞ്ഞു മുഖം മാത്രം മതി, ബാക്കി ഞാൻ നല്ല കൊച്ചിനെ വെച്ച്. എല്ലാ പോസ്റ്റേഴ്സിലും ഭയങ്കര ഒരു വിഷമത്തില് ഒരു ഒത്തന്റിസിറ്റി നമുക്ക് കാണാം, ഒരു കൈൻഡ് ആയിട്ടുള്ള ലവ് ഫേസിൽ കാണാം. ഇറ്റ്സ് നോട്ട് ഈസി എല്ലാ ടൈമിലും അങ്ങനെ ഒട്ടും ഈസി അല്ല. പക്ഷെ ഈ സെറ്റിൽ വരുന്നു, ആ ഒരു കോസ്റ്റ്യൂം ഇടുന്നു, ആ ഒരു ക്യാരക്ടറിലോട്ട് നമ്മള് ക്യാരക്ടറിന്റെ സ്കിന്നിലോട്ട് കിടക്കുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ മേരിമാത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ക്യാരക്ടറാണ്, ബൈബിൾ വായിച്ചില്ലെങ്കിലും പലയിടത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡേയുടെ ഷൂട്ടിനൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഡേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഫസ്റ്റ് നമ്മൾ ഇതിന് ആപ്റ്റ് ആവും എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ നമ്മളൊരു 100 വട്ടം ചോദിക്കും. നമുക്ക് ചെയ്യാൻ എടുത്തിയാടാൻ എളുപ്പമാണ്, ഓക്കെ ഞാൻ ചെയ്യാം, ഓക്കെ ചെയ്യാൻ അവിടെ വന്ന് ഡ്രസ്സപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ക്യാരക്ടറിലേക്ക് നമുക്ക് ഫസ്റ്റ് സീൻ ചെയ്യാൻ പോകുമ്പോൾ ദൈവമേ ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ട് അത് തുടങ്ങിയെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. കാരണം എനിക്ക് ആ ഫസ്റ്റ് സീൻ ചെയ്യണ മുന്നേ ദൈവം ഇത് ഞാനതിന് സ്യൂട്ട് ആവണേ എന്നുള്ളൊരു പ്രാർത്ഥന. നമ്മൾ ചെയ്യുന്നത് ആ മദർ ക്യാരക്ടറിനോട് 100% നമ്മൾ അതിനൊരു കൊടുത്ത് ചെയ്യാൻ പറ്റണം. ആര് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊരു മദർ മേരീനെ അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ച് എന്ന് പറയരുത്. അങ്ങനെ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് തുടങ്ങിയത്. കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി നിന്നെ കാണാൻ പറ്റിയില്ല, ആ ക്യാരക്ടറായിട്ട് കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു. ക്യാരക്ടറായിട്ട് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. ആ ഒരു സമാധാനത്തിലിരിക്കുന്നു. ബാക്കി പ്രശ്നം അതാണ്, കാരണം ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് കഥയെ അറിഞ്ഞുകൂടാ, ഒന്നും അറിയില്ല. എനിക്ക് അതിനകത്ത് ജോഷി സാറ് പറഞ്ഞതെന്ന് എന്താണ് അതിനെ ഡിറ്റോ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ ക്യാരക്ടർ എന്താണെന്ന് കുറച്ചുകൂടെ
ധന്യ കുറെ പറഞ്ഞു തന്നു. ഷൂട്ടിങ്ങിനിടയ്ക്ക് പറഞ്ഞു പറഞ്ഞു എങ്ങനെ വേണം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ എനിക്കറിയില്ല, നമുക്കറിയത്തില്ല. എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ചേട്ടൻ ഇത് ചെയ്യും, ഞാൻ പറയും ചേട്ടൻ ആ ഡ്രസ്സിൽ വന്ന് ചേട്ടൻ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ചേട്ടൻ ആ ക്യാരക്ടറിന് കറക്റ്റ്. നമ്മൾ ജോസഫിനെ കുറിച്ച് നമുക്കൊരു പിക്ചർ ഉണ്ടല്ലോ, അപ്പൊ ചേട്ടൻ അതിന് ആപ്റ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇത് മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചേട്ടൻ ഇതിന് ആപ്റ്റാണ്, ഇതൊക്കെയുള്ളൊരു ആപ്റ്റായിട്ടുള്ള ഒരു ഫേസ് ഇല്ല ചേട്ടാ. ആ ഒരു ലുക്ക് അതെന്തുകൊണ്ടെന്നറിയാവോ, ഞാൻ ധന്യ എടുത്ത് പറഞ്ഞു ധന്യ കറക്റ്റ് അതൊരു പരസ്പര എനിക്ക് സത്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പടം എന്തായാലും വൻ വിജയമാകുമെന്ന് എനിക്ക് എന്റെ മനസ്സ് പറയും. അപ്പൊ വിജയമായി കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും ഇതിന്റെ താരങ്ങളാണ്. താരങ്ങളായിട്ട് വരുമ്പോഴേക്ക് ഈ പറഞ്ഞ ജോസഫും മേരിയും ഇവർ രണ്ടുപേരെയും ഈ പറഞ്ഞ ക്രിസ്ത്യൻ സമുദായം മൊത്തം എല്ലാവരും കൊണ്ട് നടക്കും. കുറച്ച് കഴിയുമ്പോഴേക്ക് എന്ത് പറ്റുന്ന ഞാൻ പറഞ്ഞുതരാം. ഈ ധന്യക്കൊന്നും ജീൻസ് ഇട്ടൊന്നും നടക്കാൻ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം അറിയുമോ, ഇവരെയൊക്കെ ഒറിജിനൽ ആ ക്യാരക്ടറായിട്ട് പിന്നെ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പഴയ നമ്മുടെ കത്തനാരുടെയൊക്കെ സംഭവം ഓർമ്മയുണ്ട്. കത്തനാരൊക്കെ ആയിട്ട് അഭിനയിച്ച അദ്ദേഹത്തിനെ പിന്നെ കുറെ നാള് ആ രൂപത്തിലാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്, ആരാധിച്ചു തുടങ്ങിയിട്ട്. അപ്പൊ അതേപോലെ ആകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എന്നെ ആ ക്യാരക്ടറായിട്ട് ആളുകൾ മനസ്സിലേക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും സന്തോഷം. പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം. ഞാൻ ഒത്തിരി നെഗറ്റീവ് ക്യാരക്ടറും ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ പോസിറ്റീവായിട്ട് മാത്രമല്ല കുറെ. അപ്പൊ ഞാൻ അങ്ങനെയും ചെയ്തിട്ടുള്ള, അപ്പൊ എനിക്ക് അങ്ങനെ ഇങ്ങനെ പോസിറ്റീവായിട്ട് മാത്രം പാവമായിട്ട് മാത്രം ഇരിക്കണം എന്നില്ല, ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ആളുകൾ എന്നെ ഇതൊരു നന്നായിട്ട് ആ മാതാവിനെ നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ടെന്ന് ആളുകൾ പറയാൻ ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ മനുഷ്യരാണ്, നമ്മളത് ആ ഒരു ദിനേശ് ചേട്ടന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോ തന്നെ ഇങ്ങനെ പറഞ്ഞു, ദിനേശ് ചേട്ടാ മൊത്തത്തില് ലുക്കൊക്കെ ഭയങ്കര ചേഞ്ച് ആണ്, ഇതുവരെ ഇല്ലാത്തൊരു. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സുഖമായിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് നേരെ ബാംഗ്ലൂർ പോയി ഇറങ്ങി. ഞാൻ വിചാരിക്കും പുരോഹിതൻ, അപ്പൊ എനിക്ക് ആ താടിയും മീശയൊന്നും ഇല്ലാത്ത, ഞാനതിനെ ചിന്തിച്ചത് പോയി. പിന്നെയാണ് ഡയറക്ടർ സാർ പറയുന്നത് വലിയൊരു താടി വന്നപ്പോ ഇത്രയും വലിയ താടിയാണത്. അപ്പൊ ആ താടിയെല്ലാം വെച്ച് എനിക്ക് തന്നെ മനസ്സിലായി. പിന്നെ ആദ്യം സാജൻ പറഞ്ഞ പോലെ മീശ വെച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഈ ഒരു സംഭവം മാത്രം തന്നു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഒരു ടെററിസ്റ്റ് ലുക്കായിരുന്നു. ഇങ്ങനത്തെ പുരോഹിതനുണ്ടോ പിന്നെ നോക്കിയപ്പോഴാണ് ഒരു കഷ്ണം കൂടെ കൊണ്ടുവന്ന് മീശ. അപ്പൊ ആള് മാറി. അപ്പൊ ശരിക്കും പറഞ്ഞ മുഖത്ത് കുറച്ച് ദൈവികതയൊക്കെ വന്നു, സംഗതി ഓക്കെ. ഇതെല്ലാം നെറ്റിയെല്ലാം കവർ ചെയ്ത ആ ഒരു കോസ്റ്റ്യൂമിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു സിനിമയാണ്. ഞാനത് പറയാൻ പറയുന്നത് കാരണം നമുക്ക് ഇങ്ങനത്തെ പീരിയോഡിക് സിനിമകളൊക്കെ എടുക്കുന്ന സമയത്ത് കോസ്റ്റ്യൂമിന് വളരെ ഇമ്പോർട്ടൻസ്. അതിന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ സാറിന്. എല്ലാ സാറ് തന്നെയാണ്. ഞാൻ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് നമ്മുടെ കോസ്റ്റ്യൂം ഒക്കെ എല്ലാം ഒന്ന് തിട്ടപ്പെടുത്തി. മേക്കപ്പ് മാന്, കോസ്റ്റ്യൂമർ പോട്ടെ, കോസ്റ്റ്യൂം അസിസ്റ്റന്റ്, കോസ്റ്റ്യൂം അസിസ്റ്റന്റ്, മേക്കപ്പ് അസിസ്റ്റന്റ്, ഡയറക്ടർ അസിസ്റ്റന്റ്, അസോസിയേറ്റ്, ഫസ്റ്റ് അസിസ്റ്റന്റ്, സെക്കൻഡ് അസിസ്റ്റന്റ്, തേർഡ് അസിസ്റ്റന്റ്. പലപ്പോഴും ഞങ്ങൾ ഡ്രൈവർ സാറ് തന്നെയാണ് ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടു നടക്കുന്നത്. ആ റോള് മാത്രം വേണ്ടെന്ന് പറഞ്ഞു. സാർ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്. പിന്നെ നമുക്ക്